റോഡ് കയ്യേറി പ്രധാനമന്ത്രിയുടെ ഫ്ലെക്സ് ബോർഡ് കെട്ടിയ വിഷയത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ചുമത്തിയ പിഴ അടയ്ക്കാൻ കൂട്ടാക്കാതെ ബി.ജെ.പി. 19,97,000 രൂപ പിഴ ഈടാക്കിയെങ്കിലും ₹1 പോലും ബി.ജെ.പി. അടച്ചിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. ബി.ജെ.പിയിൽ നിന്നും പിഴ ഈടാക്കാൻ നടപടി സ്വീകരിക്കാത്ത കോർപ്പറേഷൻ പിഴ ചുമത്തിയ ഉദ്യോഗസ്ഥയെ തൽസ്ഥാനത്തു നിന്നും നീക്കിയതായും വിവരാവകാശ രേഖയിൽ സമ്മതിക്കുന്നു. എറണാകുളം സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല നൽകിയ അപേക്ഷയിലാണ് വിവരാവകാശ നിയമപ്രകാരം കോർപ്പറേഷന്റെ മറുപടി. 2026 ജനുവരി 23-ന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തിയപ്പോൾ പ്രചരണാർത്ഥം റോഡുകളും നടപ്പാതകളും കയ്യേറി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച സംഭവത്തിൽ ബി.ജെ.പിക്ക് പിഴ ചുമത്തിയിട്ടുണ്ടോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഉണ്ട് എന്ന് ഉത്തരം. 19,97,000 രൂപയാണ് കോർപ്പറേഷൻ ബി.ജെ.പിക്ക് പിഴ ചുമത്തിയത്. എന്നാൽ പിഴത്തുക അടച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് നാളിതുവരെയായി അടച്ചിട്ടില്ലെന്നാണ് കോർപ്പറേഷന്റെ മറുപടി. പിഴത്തുക ഈടാക്കുന്നതിനായി കോർപ്പറേഷൻ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് രാജു വാഴക്കാല ആവശ്യപ്പെടുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. ഘടകത്തോട് പിഴ ഇനത്തിൽ അടയ്ക്കാനായി ആവശ്യപ്പെട്ട 19,97,000 രൂപ ഇതുവരെ ബി.ജെ.പി. കോർപ്പറേഷൻ അടച്ചിട്ടില്ല എന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ നൽകിയിട്ടുള്ള വിവരാവകാശ അപേക്ഷയുടെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തിരുവനന്തപുരം കോർപ്പറേഷൻ പിഴ ഇനത്തിൽ ലഭിക്കേണ്ട ഈ 19,97,000 രൂപ അടിയന്തരമായിട്ട് ബി.ജെ.പി. ഘടകത്തിൽ നിന്നും തിരിച്ചു പിടിക്കാനുള്ള സത്വരമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. പിഴത്തുക ഈടാക്കാൻ കോർപ്പറേഷൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെങ്കിലും പിഴ ചുമത്തിയ ഉദ്യോഗസ്ഥയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ അടിയന്തര നടപടിയാണ് സ്വീകരിച്ചത്. കൗൺസിൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് റവന്യൂ ഓഫീസറായ ജി ഷൈനിയെ മാറ്റി പകരം പി അനിൽകുമാറിനെ നിയമിച്ചതായി കോർപ്പറേഷൻ വിവരാവകാശ രേഖയിലൂടെ വ്യക്തമാക്കുന്നു. പിഴ അടച്ചില്ലെങ്കിൽ ബി.ജെ.പിക്കെതിരെ എന്ത് നടപടിയാണ് കൈക്കൊള്ളുക എന്ന ചോദ്യത്തിന് അത് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ പെടുന്നില്ല എന്ന മറുപടിയാണ് കോർപ്പറേഷൻ നൽകുന്നത്. ബി.ജെ.പി. ഭരിക്കുന്ന കോർപ്പറേഷൻ ബി.ജെ.പിക്ക് അനുകൂലമായി രാഷ്ട്രീയം കളിക്കുന്നു എന്ന ആക്ഷേപമാണ് ഇതോടെ ശക്തമാകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.